പ്രിയപ്പെട്ടവരെ, അല്പസമയം നമ്മളിങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 30-ാം തിരുവചനം. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം പറയുകയാണ്, യഹോശാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. ആമേൻ. എന്നാ വായിച്ചേ? യഹോശാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. നമുക്ക് എന്ത് വേണം ഈ ഭൂമിയിൽ? വേറെ എന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടിയാൽ മതി? ഇപ്പം എന്തില്ല? പല കാരണങ്ങളാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. പല കാരണങ്ങളാൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും സമാധാനം നഷ്ടപ്പെടുന്നത് പല കാരണങ്ങളാലായിരിക്കും. എന്നാൽ ഇതാ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഭാഗം 20-ാം അധ്യായം ഏകദേശം അവസാനിക്കുന്നത്. ഇത് കുറച്ച് കൺക്ലൂഷൻ കൂടെ ഉണ്ട്. എങ്കിലും ആ ഭാഗം അവസാനിക്കുമ്പോൾ യഹോശാഫാത്തിന്റെ ഒരു ഭരണം, ഒരു ജീവിതം, അത് അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, സമാധാനപൂർണമായിരുന്നു. ആരാധനയ്ക്ക് സുറിയാനി സഭയിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കും, അങ്ങേക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും അങ്ങയുടെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നൽകണമേ. സമാധാനപരമായ നല്ല അവസാനത്തിന് അടിയങ്ങളെ അർഹതയുള്ളവരാക്കണമേ. ഇതാണ് പ്രാർത്ഥന. സമാധാനപരമായ ഒരു ജീവിത അവസാനം നൽകി ഞങ്ങളെ അങ്ങ് ദൈവസന്നദ്ധയിൽ മാലാഖമാരുടെ കൂട്ടത്തിലെത്തിക്കണമേ. സമാധാനത്തോടെ മരിക്കാൻ പറ്റുക. കാൽവറി ക്രൂസിൽ അതിഭീകരമായ മരണം അനുഭവിക്കുമ്പോൾ നിർമ്മല സമാധാനത്തോടെ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരണം സ്വീകരിച്ചു പോകുന്ന പ്രാണപ്രിയൻ, അവൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് സഭ പ്രാർത്ഥിക്കുന്നത്, സമാധാനപരമായ അന്ത്യം ഞങ്ങൾക്ക് തരണമേ. ഇവിടെ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു യൂദാ രാജാവിനെ, ഇസ്രായേൽ രാജ്യം അത് 2ആയി വിഭജിക്കപ്പെട്ടു. ഒന്ന് ഇസ്രായേൽ, ഒന്ന് യൂദാ. യൂദാ രാജ്യത്ത് 2 ഗോത്രം, മറ്റൊടുത്ത് 10 ഗോത്രം. ഇതിൽ ഈ 2 ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന യഹോശാഫാത്ത്, യെരൂശലേം തലസ്ഥാനമായിട്ടുള്ള യൂദാ സാമ്രാജ്യത്തിൽ, യൂദാ രാജ്യത്തിൻ്റെ അധിപനായ യഹോശാഫാത്തിനെ കുറിച്ച് ബൈബിൾ പറയുകയാണ്, അവൻ്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. എന്തേ കാര്യം? അവൻ്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനം. യഹോശാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു, അവൻ്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. കണ്ണുകളടച്ച് ഒരു നിമിഷം കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ തിരുസന്നിധിയിൽ കാഴ്ചവെച്ച് സ്വീകരിക്കുന്ന ഈ വചനം വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, സകലരെയും തൃപ്തിപ്പെടുത്തുന്ന അങ്ങയുടെ വാഴ്വുള്ളപ്പമായി ഈ വചനത്തെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. രോഗികളിത് സ്വീകരിക്കുന്നുണ്ട്, മനോഭാരത്തിലിരിക്കുന്ന മക്കൾ ഇത് സ്വീകരിക്കുന്നുണ്ട്, ഹൃദയം തകർന്നവരിത് സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അപ്പമാകുന്ന ഈ ജീവൻ്റെ വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി തരണമേ എന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ യേശുവിൻ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം നൽകണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് യഹോശാഫാത്തിന്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകാൻ കാരണം? എൻ്റെ വീടിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകുന്നുണ്ടോ? എൻ്റെ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾക്ക് ചുറ്റും കർത്താവിൻ്റെ സ്വസ്ഥതയുണ്ടോ? അതോ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എന്താ ഈ സ്വസ്ഥത നൽകാൻ കാരണം? എൻ്റെ അച്ഛ, സ്വസ്ഥത നൽകാൻ കാരണം എന്ന് പറഞ്ഞാൽ അയാൾ രാജാവല്ലേ. രാജാക്കന്മാർക്ക് ഇപ്പം എന്താ സ്വസ്ഥതക്കേട്? കാശിന് കാശ്, ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം അനുകൂല സാഹചര്യങ്ങൾ. ആരെവിടെയെന്ന് ചോദിച്ചാൽ അടിയൻ എവിടെയെന്ന് പറയാൻ ഇഷ്ടമാതിരി ആളുകൾ. അങ്ങനെയുള്ളവർക്ക് സ്വസ്ഥതയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കണം. ഈ പള്ളിയിലേക്ക് തന്നെ ഒന്ന് വരാൻ തന്നെ ദൂരം കഷ്ടപ്പെട്ടിട്ടാ, അതിൽ തന്നെ സ്വസ്ഥതയില്ലായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് സ്വസ്ഥതയുണ്ടോ? അപ്പം നമ്മുടെ സ്വസ്ഥത പോകാൻ ചെറിയ കാര്യം മതി. യഹോശാഫാത്തിന് എന്ത് ഇത്ര സ്വസ്ഥത കിട്ടാൻ കാരണം? അയാളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ വലിയ സമാധാനപരമായതുകൊണ്ടല്ല സ്വസ്ഥത കിട്ടിയത്. എന്തായിരുന്നു അയാളുടെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആത്മധൈര്യം കൊണ്ട്, നമ്മുടെ കാശ് കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ആൾപ്പിടിപ്പ് കൊണ്ട് അതിനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. അതിൻ്റെ കൂടെ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പതറും, എന്നാലും പിടിച്ചു നിൽക്കും. അതിൻ്റെ പുറകെ പിന്നെ ഒന്നോടെ വന്നാലോ ചടപട എന്ന് പറഞ്ഞ് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? ഒരാൾക്ക് പനി, ഒരാൾക്ക് ജലദോഷം, അപ്പോൾ ഒരാൾക്ക് അവിടെ തലവേദന, 2-3 പേര് അസുഖമായിട്ട് അവിടെ കിടന്നു. അപ്പോഴത്തേക്കും പണിക്കാരൻ വന്നില്ല, തൊഴുത്തിൽ പശുവിന് അസുഖം. ഒരു 5-6 പ്രതിസന്ധി വന്നാൽ തന്നെ നമ്മളെന്താവും? പിന്നെ ഒറ്റ ചോദ്യം, ദൈവം ഉണ്ടോ? ആ ചോദ്യം ആയിരിക്കും ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത്. കാരണം നമ്മളങ്ങ് തകർന്നു പോകും. എന്താണ് യഹോശാഫാത്തിന്റെ അവസ്ഥ? 20-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കുറേ കാലം കഴിഞ്ഞ് യഹോശാഫാത്ത് ഭരണം തുടങ്ങി, കുറേ കാലം കഴിഞ്ഞ്
കേട്ടോളൂ ഇനി. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്ന്. ഒരു സ്ഥലത്തോടെയാണ് ശത്രു വരുന്നതെങ്കിൽ സൈന്യത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിനെങ്ങ് കൈകാര്യം ചെയ്ത് വിജയശ്രീലാൽ തന്നെ തിരിച്ചു പോരാം. ഇവിടെ യുദ്ധത്തിന് ചെയ്യുമ്പോഴാണ് ഫോൺ വന്നു, സാറേ എന്തേ ഇപ്പുറത്തും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ മോവാബ്യർ വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് അമ്മോന്യ സൈന്യം വന്നിട്ടുണ്ട്. ആകെ ഒരു രാജാവേ പുള്ളി ഇവിടെ കൈകാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവിടെ പ്രശ്നം. അപ്പോൾ കുറച്ച് ആളുകൾ മന്ത്രിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പേര് അവിടെ എല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ഫോൺ വന്നു, സാറേ അറിഞ്ഞോ? ഇല്ല, ഇപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട് ശത്രു. 3 വശത്തുനിന്ന് ശത്രു വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് തിരിയാൻ മേല, ഇങ്ങോട്ട് തിരിയാൻ മേല, ഇങ്ങോട്ട് തിരിയാൻ മേല. മെയൂന്യർ, പർവ്വത നിവാസികൾ, നല്ലന്മാരായ മനുഷ്യർ. അതിശക്തമായ പ്രതിസന്ധിയുടെ നടുവിൽ ഈ മനുഷ്യൻ രാജ്യത്തെ ഭരിക്കാൻ നിൽക്കുകയാണ്. വല്ല സ്വസ്ഥത ഉണ്ടാവൂ? നമ്മൾ ആദ്യം ചിന്തിച്ച പോലെയാണോ? രാജാവാണ്, എല്ലാ സമാധാനവും ഉണ്ട്, അങ്ങനെയാണോ? പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ് അവസാന വാക്കിൽ പറഞ്ഞത്. ഭയങ്കര സമാധാനവും സ്വസ്ഥതയും അയാൾ അനുഭവിച്ചെന്ന് എന്നവർക്ക് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കളുടെ പ്രതികൂല സൈന്യം അതിശക്തമായി അയാൾക്കെതിരെ വന്നപ്പോൾ അയാളുടെ ചിന്താഗതികൾക്കും സ്വസ്ഥതയ്ക്കും സമാധാനപരമായ ആലോചനകൾക്കും തടസ്സമുണ്ടാകുന്ന രീതിയിൽ നനയ്ക്കാത്ത സമയത്ത് പ്രതികൂലതകൾ ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, അയാൾ സ്വസ്ഥതയോടെ രാജ്യത്തെ നടത്തി. യഹോശാഫാത്തിന്റെ ഭരണം സമാധാനപൂർണ്ണമായിരുന്നു. അപ്പോൾ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ ദൈവം സമാധാനത്തിന്റെ വിത്ത് വിതച്ച്. പ്രതിസന്ധികളുടെ നടുവിൽ മദ്യപാനമുള്ള ജീവിത പങ്കാളി, പ്രതികൂലതയുള്ള മക്കൾ, തോറ്റുകിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, കഠിനമായ പ്രതികൂലതകൾ, അതിൻ്റെ നടുവിൽ സ്വസ്ഥത തരാൻ ഈ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറയുക, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം അഭിഷേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ. സഹോദര സഹോദരി, ഈ ധ്യാനത്തിനിരിക്കുന്ന സമയത്ത് ഈ പുസ്തകം നമ്മളോട് ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പറയുകയാണ്, നീ എത്ര പ്രതികൂല സാഹചര്യങ്ങളിരുന്നാലും നിന്നെ സമാധാനത്തിൻ്റെ സ്വസ്ഥമായ കൂടാരത്തിൽ പാർപ്പിക്കാൻ മതിയായവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്തേ കാര്യം കേട്ടോളണം. കുറെ കാലം കഴിഞ്ഞ് മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ ഒന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. അവർ ഹാസോൻ താമാറിൽ എൻഗതയിൽ എത്തിക്കഴിഞ്ഞു. നമ്മളിങ്ങനെ മനസ്സിൽ കാണണം, യഹോശാഫാത്ത് എന്ന രാജാവ് കിരീടമൊക്കെ വെച്ച് അടുത്തിങ്ങനെ മറ്റേ തോഴിമാരൊക്കെ നിന്ന് പുള്ളി ഇങ്ങനെ ഭരണമൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ആലോചിച്ച് അടുത്ത എന്ത് ചെയ്യണം, അവിടുത്തെ സ്ഥലത്ത് പാലം പണിയണം, ഇവിടെ ഇത് കൊണ്ടുവരണം, അവിടെ കപ്പലടിപ്പിക്കുന്ന തുറമുഖം ശരിയാക്കണം, നാട്ടിലെല്ലാവർക്കും അരി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം. പുള്ളി ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മെസ്സേജ് വരുന്നത്, സാറേ ശത്രു സൈന്യം കടൽ കിടന്നത് എത്തിയിട്ടുണ്ട്, മുഴുവൻ പദ്ധതിയും പൊളിയാണ്. ഞാൻ പറഞ്ഞ സൂചനക്ക് മനസ്സിലായോ? നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാവരും കൂടി ഭക്ഷണ മേശയുടെ അരികിലിരുന്ന് ആലോചിച്ച് ചില തീരുമാനങ്ങളെടുത്ത് നാളത്തെ ജീവിതത്തെക്കുറിച്ച് ക്രമീകരിക്കുമ്പോൾ പിറ്റേ ദിവസം ആശുപത്രി പോയിട്ട് വന്നിട്ട് പറയുകയാണ്, അവിടെ ഒരു മുഴ, എല്ലാ പദ്ധതിയും പൊളി. ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു പെരപണിയാണെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴാണ് എല്ലാം തകിടം മറിക്കുന്ന ഒരു സാധനം ജീവിതത്തിലേക്ക്. വലിയ പ്രതീക്ഷയോടെ കൊച്ചിനെ കെട്ടിച്ചു വിട്ടു, അപ്പോഴാണ് ഫോൺ, മമ്മി എന്നെ എടുക്കുക, ഞാൻ മടുത്തിവിടെ, കടം വാങ്ങി കെട്ടിച്ചു വിട്ടതാണ്. ഒരു മനുഷ്യൻ്റെ സമാധാനപരമായ ആലോചനകളുടെ മുമ്പിലേക്ക് തകർക്കുന്ന ചില ചിന്തകൾ ഇന്നും വരും. ഇതാ കൊട്ടാരത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ സമാധാനത്തോടെ ഇരുന്ന രാജാവിൻ്റെ കാതുകളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞു, ശത്രു എത്തിയിട്ടുണ്ട്, തകർത്ത് തരിപ്പണാക്കി കളയും. വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് രാജാവിനെ കൊല്ലും, രാജകുമാരികളെ ബലാത്സംഗത്തിന് കൊണ്ടുപോകും, വ്യഭിചാരത്തിന് പിടിച്ചുകൊണ്ടുപോകും, സുന്ദരികളായ സ്ത്രീകളെ മുഴുവൻ അവിടുത്തെ പുരുഷന്മാരെ യുദ്ധത്തടവുകാരായിട്ട് കൊണ്ടുപോകും, ബുദ്ധിയുള്ളവരൊക്കെ പിടിച്ചുകൊണ്ടുപോകും, നാട് നശിക്കും. അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന വാർത്ത വന്നാൽ ആദ്യം എന്തായിരിക്കും തോന്നുക? അങ്ങനെ വന്നാൽ എന്താ തോന്നുക? ഓ ഭയങ്കര സന്തോഷം, ഏതായാലും അങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ, ഹല്ലേലൂയ, അങ്ങനെ ആയിരിക്കും പറയുക. നമുക്ക് ഭയങ്കര ചിന്തിക്കാൻ പറ്റാത്ത സങ്കടകരമായ ഒരു വാർത്ത ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? അതാ കറക്റ്റ്. വിഷമം വരുന്നതിന് മുമ്പ് ഒരു സാധനം വരും, എന്ത്? ഭയം വരും. ഭയപ്പെട്ടിട്ട് നമ്മൾ വിഷമിക്കും, ഇനി എന്നാ ചെയ്യും, കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഭയത്തിൽ നിന്നാണ് പിന്നെ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആദ്യം പേടിക്കും, നമ്മൾ ഭയക്കും.
ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയത്തെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. ജീവിതത്തിൽ ഭയം വന്നു കഴിഞ്ഞാൽ, അയ്യോ ഇനി കല്യാണം നടക്കുമോ, അയ്യോ ഇനി പരിപാടി നടക്കുമോ, അയ്യോ ഇനി ആയുസ് നീട്ടി കിട്ടുമോ, അയ്യോ ഇനി എന്നാ ചെയ്യും. ഭയത്തെ കൈകാര്യം ചെയ്യാൻ പലതും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭയത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. യഹോശാഫാത്ത് എന്താ ചെയ്തത്? അതായത് എൻഗതിയിൽ ശത്രു സൈന്യം എത്തിക്കഴിഞ്ഞു. 3-ാം വചനം, അവൻ ഭയന്നു. ഇനി എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഭയന്നു. ഇതെല്ലാം മനുഷ്യരിലും വരുന്നൊരു സാധനമാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വന്ന വികാരമാണ് ഭയം. യഹോശാഫാത്ത് ഭയന്നു. ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു? അടുത്ത വചനം, അവൻ കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം കർത്താവിങ്കിലേക്ക് നോക്കി. കർത്താവിങ്കിലേക്ക് നോക്കിയിട്ട് അവൻ ആ നാട് മുഴുവൻ ഒരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചു. അങ്ങനെയായിരുന്നു യഹോശാഫാത്ത് ചെയ്തത്. യഹോശാഫാത്ത് ഭയന്നപ്പോൾ അവൻ ആദ്യം ചെയ്തത് ഭയത്തെ കൈകാര്യം ചെയ്യാൻ അവനൊരു യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു, ഉപവസിച്ചു. എന്താണ് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ? കേട്ടോളണം. എന്താണ് ഉപവാസം? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ ഇരിക്കുക, ഉപവസിക്കുക, കൂടെ ഇരിക്കുക. ആരുടെ കൂടെ ഇരിക്കുക? ഉപവസിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അത് കേട്ടോളണം. ഞാൻ ഉപവാസത്തിൻ്റെ രഹസ്യം പറയാൻ പോവാണ്. എന്തിനാണ് ഉപവസിക്കുന്നത്? ഒരു വ്യക്തി ഉപവസിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നതാണ്? ഭക്ഷണം നീ കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും. അല്ലേ? അതല്ലേ സയൻസ്? ശരീരത്തിന് ആവശ്യമായ ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരീരം തളർന്നുകൊണ്ടേയിരിക്കും. പിന്നെന്തിനാ ഉപവാസം വെക്കുന്നത്? ഉപവാസം വെക്കുന്ന വ്യക്തി ബോധ്യപ്പെട്ട് പറയുകയാണ്, ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ എൻ്റെ ജീവന് അങ്ങ് ആവശ്യമാണ്. ഇതിൻ്റെ ബോധ്യപ്പെടുത്തലാണ് ഉപവാസം. ഭക്ഷണം ഞാൻ സ്വീകരിക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരം ക്ഷീണിക്കുന്നെങ്കിൽ അങ്ങയെ ഞാൻ സ്വീകരിക്കാതിരുന്നാൽ എൻ്റെ ജീവിതവും ക്ഷീണിക്കും. അതുകൊണ്ട് അങ്ങൻ്റെ കൂടെ വേണം. അതിനുവേണ്ടി അങ്ങയേക്കാൾ വലുതല്ല എനിക്ക് ശരീരം. എൻ്റെ ജീവനിൽ അങ്ങില്ലെങ്കിൽ അങ്ങില്ലാത്ത ഈ ശരീരം എനിക്ക് എന്നാ കാണിക്കാനാ? മനസ്സിലായോ? എൻ്റെ ജീവനിൽ അങ്ങില്ല എങ്കിൽ അങ്ങില്ലാത്ത ഈ ശരീരം എനിക്ക് എന്നാ കാണിക്കാനാ? അതുകൊണ്ട് ഈ ശരീരത്തെ മറന്ന് ദൈവത്തെ പ്രാപിക്കാൻ തക്കവണ്ണം ഒരാൾ ദൈവത്തോട് കൂടെ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ചിരിക്കുന്നതാണ് ഉപവാസം. ഉപവസിക്കുക. പിന്നൊരു ഉപവാസം പ്രഖ്യാപിച്ചു. കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് യഹോശാഫാത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഉപവസിച്ചിരുന്നിട്ട് അയാളൊരു പ്രാർത്ഥന, ദൈവമായ കർത്താവേ, സ്വർഗസ്ഥനായ ദൈവമല്ലോ, ഭൂമിയിലുള്ള സകല ജനതകളും അവിടെ നാണല്ലോ ഭരിക്കുന്നത്, അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടെ, അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇത് നമ്മുടെ വീട്ടിലെ കാര്യമായിട്ട് നമ്മൾ കാണണം. അയാൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാളുടെ മേലല്ല, ആ രാജ്യത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന രാജാവ് നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തൻ്റെ മേൽ ആത്മാവ് വന്ന് കയറി. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യം നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസീയേലിൻ്റെ മേൽ വന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന അവൻ്റെ അഡ്രസ്സ് മുഴുവൻ പറയുക, എന്നാലേ അവൻ അറിയുള്ളൂ. യഹോശാഫാത്തിൻ്റെ പ്രധാന അകമ്പടിക്കാരൻ അങ്ങനെയല്ല, കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആൾ അങ്ങനെയല്ല. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ, അവനെ പരിചയപ്പെടുത്തണമെങ്കിൽ അവർ തലമുറ മുഴുവൻ പറയണം, എങ്കിലേ അഡ്രസ്സ് അറിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരുത്തൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, പ്രധാനമന്ത്രിക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരെ, യഹോശാഫാത്തിന്റെ മകന് രാജകുമാരന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ. പക്ഷെ പറയുകയാണ്, അവൻ്റെ മുഴുവൻ മേൽവിലാസവും പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമന്ദിയിൽ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ സക്കറിയായുടെയും സക്കറിയ ബനായയുടെയും ബനായ ജയിയേലിൻ്റെയും ജയിയേൽ മത്താനിയയുടെയും മകനായിരുന്നു. അവൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാലേ നാട്ടുകാർക്ക് അറിയുള്ളൂ. ഒരു ആലോചിച്ച് നോക്കിയ മേൽവിലാസം അത്രയും പറഞ്ഞാൽ ഇവനെ ശരിക്കും നാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. യെരമ്യാ യെശയ്യാ പ്രവാചകൻ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇത് എഴുതുമ്പോൾ ഇത് വായിക്കുന്നവർക്ക് ഇയാൾ മനസ്സിലാകണമെങ്കിൽ ഇയാളെ ഏത് തലമുറപ്പെട്ട ആളെ പറഞ്ഞാലാണ് നാലാൾ അറിയാന്ന് ഓർക്കണം. ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരുത്തൻ്റെ മേൽ എന്ത് വന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മുടെ ഉള്ളിലേക്ക് ഒരു ബോധ്യം വേണം. നിനക്ക് എന്തോരം വിലയുണ്ട്, നീ നാട്ടിൽ എന്തോരം അറിയപ്പെടുന്നുണ്ട്, നീ എത്ര വലിയ പ്രാർത്ഥനക്കാരനാണ്, നിനക്കെന്തൊരു ദർശനപരമുണ്ട്, നിനക്കെന്തൊരു കൃപാവരമുണ്ട്, ഇതൊന്നും ഘടകമല്ല. ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം സഭ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിന്നിലൂടെ ആയിരിക്കും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെയും നിസ്സാരമായിട്ട് കരുതാൻ പാടില്ല. ആരും നിസ്സാരക്കാരല്ല. ഏറ്റവും ചെറിയവരിൽ അത് ജാതിയില്ല, അതിന് മതമില്ല, അതിന് വലിയ പാണ്ഡിത്യം ഉണ്ടാവണമെന്നില്ല. ഏറ്റവും എല്ലാവരും തള്ളിക്കളഞ്ഞതിലായിരിക്കും ചിലപ്പോൾ കർത്താവ് ഇടപെടാൻ തുടങ്ങുന്നത്. അവൻ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങി. യഹസ്യേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്ന ഒരു യഹോശഫാത്ത് രാജാവും കേൾക്കട്ടെ. പ്രാർത്ഥന നടത്തുന്ന ലീഡറോട് പെട്ടെന്ന് താഴെ നിർത്തുന്ന ആത്മാവ് കയറിയിട്ട് വിളിച്ചു പറയാണ്, എല്ലാവരും കേട്ടോ എന്നത് കേൾക്കാൻ പറഞ്ഞത്. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു. ആത്മാവ് കയറിപ്പോയി വിളിച്ചു പറയാണ് രാജകൊട്ടാരത്തിൽ നിന്നിട്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. ഈ ഒരു ജ്ഞാനം സഭാമധ്യേ വെളിപ്പെട്ട് കിട്ടി. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. ഈ ഒരു ബോധ്യം ഒരു സമൂഹം മുഴുവൻ ഭയം നിരുന്ന സമൂഹത്തിൻ്റെ ഭയം ഡിലീറ്റ് ചെയ്യുന്ന സാധനമാണ് ഇപ്പോൾ വന്നത്. ആകുലത മാറുന്ന ഒരു സാധനമാണ് വന്നത്. ടെൻഷൻ പോയി, ഭയം വിട്ടുപോയി, പരിഭ്രമം മാറിപ്പോയി, അസ്വസ്ഥത ഇല്ലാണ്ടായി, ധൈര്യം കൊണ്ട് നിറഞ്ഞു. ഒരുത്തൻ്റെ മേൽ ആത്മാവ് കയറിയിട്ട് ആത്മാവ് വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ജനം ശക്തമായി. ഈ രോഗത്തിന്മേൽ ദൈവം ഇടപെടും, ഈ ഭാരത്തിന്മേൽ ദൈവം ഇടപെടും, ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവം ഇടപെടും. ദൈവത്തിനങ്ങ് സമർപ്പിച്ചു. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ഭാരം ചാരമാവും. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോറിയ മലയുടെ മുകളിലേക്ക് അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ടുപോകുമ്പോൾ ഇസ്ഹാക്കിന്റെ തലയിൽ ഭാരം. അപ്പ വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്. ആടെവിടെ? എൻ്റെ തലയിലാണ് ഈ ഭയങ്കര ഭാരവും. തിരിച്ചിറങ്ങി വരുമ്പോൾ ഭാരമായ വിറക് മോറിയ മലയിൽ ചാരമായി കിടക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ഭാരങ്ങൾ, മനോഭാരങ്ങൾ ചാരമാക്കാൻ കെൽപ്പുള്ള യഹോവയുടെ മുമ്പിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പൊരുതിക്കൊള്ളുക. പെട്ടെന്ന് ധൈര്യം കയറി. എല്ലാവർക്കും ധൈര്യം കയറി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഇതായി. പിറ്റേ ദിവസം അതിരാവിലെ 20-ാം വചനം, പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. കേൾക്കണം, ഇതിനകത്ത് കിടക്കുന്ന ദൈവീക രഹസ്യം കേൾക്കണം. ഒരു സമൂഹം ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവർ പുറപ്പെടുമ്പോൾ യഹോശഫാത്ത് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, യൂദാ യെരൂശലേം നിവാസികളെ കേൾക്കുവീൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവീൻ. ഒരു പ്രതിസന്ധിയെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുമ്പോഴേ 2-3 കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയില്ലേ, രോഗം, ഭാരം, വീട് പണി, കല്യാണം, അല്ലെങ്കിൽ ജോലി, ഇതുമായിട്ട് നിൽക്കുന്ന ഈ പ്രശ്നമില്ലേ, ഇത് കൈകാര്യം ചെയ്യാൻ പോവല്ലേ? പോകുമ്പോൾ കേട്ടോളണം, ഈ വചനവിശ്വാസത്തിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ, ഈ ആത്മാ നിറവിലാണ് പോകുന്നെങ്കിൽ ഇനി പറയുന്ന കാര്യം കേട്ടുകൊള്ളണം. അവൻ പറഞ്ഞു, യഹോശഫാത്ത് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിവാസികളെ കേൾക്കുവീൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവീൻ. ഒന്ന്, എന്നെ വേണം? അവർക്ക് പറ, എന്നെ വേണം? ആരിൽ? ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവമായ കർത്താവിൽ വിശ്വസിക്കണം. കൂടെ വരുന്ന കർത്താവിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം. 1, ദൈവത്തിൽ വിശ്വസിക്കുക. 2, നിങ്ങൾ വിജയം വരിക്കും. 2, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും. 1, വിശ്വസിക്കണം. 2, എന്തണിയണം? വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിന് കൃതജ്ഞത അർപ്പിച്ച് മുന്നേറുക. വിശുദ്ധ വസ്ത്രങ്ങൾ അണിയണം. എന്താണ് ഈ വസ്ത്രം എന്ന് പറയുന്നത്? എന്തിൻ്റെ ഉദ്ദേശമാണ്? ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് അയാളുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്, അല്ലേ? ഒരു വ്യക്തി എന്ത് പറയുന്നു, ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു, അതല്ല ഒരാളുടെ വ്യക്തിത്വം കാണുന്നത്. അത് ഒരാൾ നോക്കുമ്പോൾ അയാളുടെ ഹൈറ്റും വെയിറ്റും മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരാളെ മനസ്സിലാകുമോ? നമുക്കൊരാളെ മനസ്സിലാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ എന്ത് വേണം? അയാൾ പെരുമാറുന്നത് നമ്മൾ കാണണം, അല്ലേ? അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അയാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു വിഷയത്തിൽ അയാൾ എങ്ങനെയാണ് ഇടപെടുന്നത്, ആ പ്രവൃത്തിയാണ് അയാളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ബൈബിൾ നമ്മളോട് പറയുകയാണ്, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളിൽ പുറമേ ഉള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഈ കർത്തവ്യപ്പായം ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ കർത്തവ്യപ്പായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട്, ഇയാൾ സുറിയാനി സഭയുടെ
പൗരോഹിത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യില്ല, പറയില്ല. ഈ ഒരു ധൈര്യത്തിലാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് വെച്ചാൽ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേയുള്ള മേൽവിലാസം. ബൈബിൾ പറയുകയാണ്, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക. പെരുമാറ്റവും സംസാരവും നന്നാവുക. ആരെയും മുറിപ്പെടുത്താൻ തെറ്റാന്നൊക്കെ പറയണം. പക്ഷേ സ്വാർത്ഥമായ കളങ്കമുള്ള പെരുമാറ്റവും സംസാരവും ഇല്ലാതെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അടുത്ത് കേട്ടോളൂ കേട്ടോ. അപ്പം എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്? 1, വിശ്വസിക്കുക. 2, വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുക. 3, കർത്താവിന് കൃതജ്ഞത അഥവാ ആരാധന അർപ്പിക്കുക. അപ്പോൾ 3 കേട്ടെ. 1, മനസ്സിനകത്ത് വിശ്വാസം, അല്ലേ? മനസ്സ് വിശ്വാസം കൊണ്ട് നിറയുക. ശരീരം നിർമ്മല പ്രവൃത്തികൾ കൊണ്ട് വിശുദ്ധീകരിക്കുക. മനസ്സ് വിശ്വാസം കൊണ്ട് വിശുദ്ധീകരിക്കുക, ശരീരം നിർമ്മല പ്രവൃത്തി കൊണ്ട് വിശുദ്ധീകരിക്കുക. പിന്നെ ഒന്നും കൂടെ ഉണ്ടെന്ത്? ആത്മാവ്. അത് നന്ദിയുള്ള ആരാധനയ്ക്ക് വേണ്ടി ആത്മാവിൽ ആരാധിക്കുക. നന്ദിയുള്ള ആരാധന. അപ്പം ദേഹം, ദേഹി, ആത്മാവ് എല്ലാം വിശുദ്ധീകരിച്ച് കൊടുക്കുകയാണ്. നന്ദിയുള്ള ആരാധന, വിശുദ്ധിയുള്ള പ്രവൃത്തി, വിശ്വാസമുള്ള മനസ്സ്. വിശ്വാസമുള്ള മനസ്സും വിശുദ്ധിയുള്ള പ്രവൃത്തിയും കൃതജ്ഞതയുള്ള ആരാധനയും വന്നു കഴിഞ്ഞാൽ എന്നെ സംഭവിക്കുന്നു അറിയോ? അതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഒരു കാര്യം സംഭവിക്കും. കേട്ടോളണം. വിശ്വാസമുള്ള മനസ്സ്, വിശുദ്ധിയുള്ള പ്രവൃത്തി, നിർമ്മലമായ ആത്മാവ്, ആരാധന, അതൊരു വ്യക്തിയിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വ്യക്തിയിൽ നിന്നൊരു സാധനം പുറത്തേക്ക് വരും. എന്താണെന്നറിയോ? അതാണ് ശാശ്വതമാണെന്ന് കരുഞ്ഞർപ്പിങ്ങനെ. അവിടുന്ന് അചഞ്ചലമായ സ്നേഹം ശാശ്വതമാണ്. അത് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. എന്താ പുറത്തേക്ക് വരുന്നറിയോ? അവർ കർത്താവിനെ പാടി സ്തുതിക്കാൻ തുടങ്ങും. പാട്ട് പുറത്തേക്ക് വരും. പാട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതാണ് ഈ ഗാന ശുശ്രൂഷ എന്നൊക്കെ പറയുക. അപ്പം നമ്മുടെ വിചാരം ഈ ഗാന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ബോറടിക്കാനുള്ള പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ ഇടുന്ന പോലത്തെ സാധനമാണെന്നാണ് വിചാരം. അല്ല. പാട്ടുപാടി അങ്ങ് സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴേക്കുണ്ടല്ലോ കർത്താവ് പദ്ധതികൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ദൈവ പദ്ധതികൾ ഒരു ഭവനത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു ജീവിതത്തിൽ, ഒരു ഇടവകയിൽ അതിൻ്റെ എന്നതാ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന സംഭവമാണ് പാട്ടുപാടി സ്തുതിക്കാൻ തുടങ്ങുന്നത്. പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ ദൈവത്തിൻ്റെ പദ്ധതി അവരുടെ മേൽ നടപ്പാക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മോവാബ്യരും ഒരുമിച്ച് സെയീർ പർവ്വത നിവാസികളോട് പൊരുതി. അവരെ തോൽപ്പിച്ചതിന് ശേഷം അമ്മോന്യരും മോവാബ്യരും പരസ്പരം ആക്രമിച്ച് അവരും നശിച്ചു. യഹോശാഫാത്തിന് വല്ലതും ചെയ്യേണ്ടി വന്നോ? വന്നവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് അവർ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോശാഫാത്തിൻ്റെ ശരീരത്തിലെ ഒരു മുടിയിഴ കൊഴിയാൻ ദൈവം സമ്മതിച്ചില്ല. അവരെന്നാ ചെയ്തു? പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ വിശുദ്ധ പ്രവൃത്തികളിലേക്ക് മാറി കർത്താവിന് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. അവരത്രയും ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവർക്കെതിരെ കടന്നു വന്ന പ്രതികൂലതകളെ ദൈവം അവരിൽ നിന്ന് എടുത്തു പറിച്ച് ദൂരെ കളഞ്ഞു. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇതിലേക്ക് തിരിയാൻ ബലമുണ്ടോ? അങ്ങനെ നാം ചെയ്യാൻ തുടങ്ങിയാൽ ഈ പുസ്തകത്തിൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, ഇന്ന് കുപ്പാടി ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, യഹോശാഫാത്ത് എന്ന് പറയുന്ന ഭയചകിതനായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ദൈവം ഇങ്ങനെ സമാധാനത്തിൻ്റെ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിർത്തി. ആ വേലിക്കെട്ടിൻ്റെ ഉള്ളിലുള്ള സകല മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് സ്വസ്ഥത പകർന്നെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ആ സർവശക്തൻ ജീവിക്കുന്നു. ആ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കാൻ ഇപ്പോൾ 2-3 കാര്യങ്ങൾ അതിന് നിർബന്ധം പറഞ്ഞു. 1, വിശ്വസിക്കുക. 2, പ്രവൃത്തികൾ വിശുദ്ധീകരിക്കുക. 3, ദൈവത്തെ ആരാധിക്കുക. ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ അറിയുന്ന പരിപാടി ഇതാണ്, കർത്താവിനെ അങ്ങ് പാടി സ്തുതിക്കാൻ തുടങ്ങി. ആ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവർക്കെതിരെ വന്ന സകല ശത്രുക്കളെയും കൈകാര്യം ചെയ്യാനുള്ള കൃപ, ബലം, ശക്തി സ്വർഗത്തിലെ ദൈവം അവരുടെ മേൽ പകർന്നു.
പിന്നെ അവർ തെല്ലും ഭയപ്പെട്ടില്ല. ശത്രുക്കളുടെ മേൽ അവർ തുരത്തപ്പെട്ടു. 26 വാക്യം അതിൻ്റെ താഴോട്ട് കേട്ടോളണം. യൂദാ സൈന്യം 24. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. ഇവർ യുദ്ധം ചെയ്തോ? തോക്കെടുത്തോ? വെടി പൊട്ടിച്ചോ? ഒന്നും ചെയ്തില്ല. താഴെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ഡെഡ് ബോഡിയാണ് കണ്ടത്. യഹോശഫാത്തിന്റെ ആളുകൾ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് ശത്രുവിനെയല്ല, ശത്രുവിന്റെ ചത്ത ശരീരമാണ് കാണുന്നത്. എനിക്കെതിരെ ഉയരുന്ന ഏത് പ്രതികൂലതകളെയും നിർവീര്യമാക്കാൻ കെൽപ്പുള്ള, അങ്കുലി ചലനം കൊണ്ട് നിർവീര്യമാക്കാൻ കെൽപ്പുള്ള സർവശക്തനായ ദൈവം ജീവിക്കുന്നൊരു കർത്താവാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തതുണ്ടാകട്ടെ. എൻ്റെ യേശു ജീവിക്കുന്നു. യഹോശഫാത്തും സൈന്യവും വന്നു നോക്കുമ്പോൾ ശവശരീരങ്ങളാണ് നിലത്ത് കിടക്കുന്നത് കണ്ടത്. ആരും രക്ഷപ്പെട്ടില്ല. യഹോശഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു. വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു. അവരുടെ കൊള്ള 3 ദിവസം നീണ്ടു. അത്രയേറെ ഉണ്ടായിരുന്നു. റോമ 8:28 വചനം. എന്താ വചനം? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായിട്ട്. ഇനി നിങ്ങൾ പറ, യഹോശഫാത്തിനെതിരെ ഈ 3 ശത്രു സൈന്യം വന്നത് ഇയാൾക്ക് നല്ലതായോ ദോഷമായോ? നന്മയായി. യഹോശഫാത്തും സൈന്യവും വന്ന് നോക്കുമ്പോൾ ഇതാ സൈന്യം മുഴുവൻ ചത്തു കിടക്കുന്നു. അവരുടെ കൊള്ള മുതൽ അവിടെ നിറഞ്ഞു കിടക്കുകയാണ്. ഓരോരുത്തരും ചുമക്കാവുന്നതിലേറെ ബാണ്ടക്കെട്ടിൽ ഒരു വലിയ കൊള്ള, ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഓടിക്കൊണ്ട് വന്നു. എൻ്റെ അർത്ഥം, എൻ്റെ ദൈവമക്കളെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ബാക്കി പറ, എന്ത് നന്മയ്ക്കാക്കി മാറ്റും? കേട്ടില്ല? എന്നത് നന്മയ്ക്കാക്കി മാറ്റും? സകലതും. അതാ വാക്ക്, സകലതും. ഇന്നലെ നീ വീണ പാപമില്ലേ? ഇന്നലെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഇടർച്ചയില്ലേ? ഇന്നലെ പറ്റിപ്പോയ പാപം പോലും നന്മയാക്കി മാറ്റാൻ ദൈവം മതിയായവൻ. അപ്പോൾ അവരെന്നാ ചെയ്തതെന്നറിയോ? ആഹാ, 10 തലമുറയ്ക്ക് കിട്ടാനുള്ളത് കിട്ടിയെന്ന് പറഞ്ഞ് ബാണ്ടെടുത്തുകൊണ്ട് പോവല്ലേ ഇത്? നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു പ്രതിസന്ധി വന്നു, ഒരു കണ്ണുനീരനുഭവം വന്നു. നമ്മൾ പ്രാർത്ഥിച്ചു, അതിൽ നിന്ന് മോചനം പ്രാപിച്ചു. പിന്നെ നമ്മൾ മറക്കും. ഇവിടെ ഇരിക്കുന്ന ആരുടെ ജീവിതത്തിലാണ് ദൈവം ഇടപെടാത്തതുള്ളത് ഇതിനു മുമ്പ്? എന്നിട്ടും പിന്നെ നമ്മൾ മറന്നില്ല ദൈവത്തെ. അടുത്ത വാക്യം കേട്ടോളൂ. 4-ാം ദിവസം അവർ ബറക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. ഏതാ താഴ്വര? ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബറക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിനെ ബറക്ക താഴ്വര എന്ന് പറയുന്നത്. ബറക്ക ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ബറേക്ക് ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ബറേക്ക് മോർ വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് ബറേക്ക് എന്ന് പറഞ്ഞാൽ? എന്താ? വാഴ്ത്തുക അല്ലേ? അപ്പം എടുത്ത് അവൻ വാഴ്ത്തി. പുരോഹിതൻ പറഞ്ഞു ബറേക്ക്, ബറേക്ക്, ബറക്ക താഴ്വര, ബറേക്ക് താഴ്വര, ബറേക്ക്, വാഴ്ത്തി. അവരാ താഴ്വരയ്ക്കൊരു പേരിട്ടു, ബറക്ക താഴ്വര. എന്തതിന് കാരണം? 4-ാം ദിവസം അവർ ബറക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിന് ബറക്ക താഴ്വര എന്ന് പേര് ലഭിച്ചത്. അപ്പം നമ്മുടെ വീട്ടിൽ എന്തും കൂടെ ഉണ്ടാവണം? ഇങ്ങനൊരു താഴ്വരയും കൂടെ ദിവസം ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിലെ ഭയത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ ആകുലതകളെ, എൻ്റെ സങ്കടങ്ങളെ തുടച്ച ദൈവത്തെ വാഴ്ത്തുന്ന ഒരനുഭവം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. അതിനാണ് നമ്മളൊരു പ്രാർത്ഥനാ പായ എന്നൊക്കെ പറയുന്നതിന്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കാൻ, ദൈവത്തെ നന്ദിയോടെ ഓർക്കാൻ ഒരു ബറക്ക താഴ്വര. പക്ഷേ നമ്മൾ പലപ്പോഴും എങ്ങനെയാണ്? ബറക്ക താഴ്വര, ഒരു നന്ദിയുള്ള താഴ്വര. ദൈവത്തെ വാഴ്ത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ബറക്ക താഴ്വര ഉണ്ടാവണം. അവർ ബറക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ കർത്താവിനെ വാഴ്ത്തി. എന്തേ വാഴ്ത്താൻ കാരണം എന്നറിയോ? കർത്താവിൻ്റെ സ്നേഹോർത്തപ്പം അവന് നന്ദി പറയാണ്ടിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ ജീവിതത്തിൽ
കർത്താവിൻ്റെ സ്നേഹത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണം. കാൽവറി ക്രൂസിലേക്ക് ഇങ്ങനെ നോക്കുക. കാൽവറി ക്രൂസിലേക്ക് നോക്കുമ്പോൾ എല്ലാം നിവൃത്തിയായി എന്നും പറഞ്ഞ് ഒരുത്തൻ കിടക്കുന്നു. ആ നിവൃത്തിയായി എന്ന് പറഞ്ഞ് കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് ഒന്നോടെ നോക്കുക. നിർഗന്ധലയിലേക്ക് നോക്കുമ്പോൾ മുൾക്കിരീടത്തിൻ്റെ ആ വലിയ മുള്ള് കുത്തി തറച്ചിട്ട് ചോര ഒലിച്ചു വരുന്നത്. കണ്ണുകളിലേക്ക് നോക്കുക, ചാട്ടവാറിൻ്റെ അടികൊണ്ട് ചതഞ്ഞു കിടക്കുന്നത്. സുന്ദരമായ മുഖത്തേക്ക് നോക്കുക, കരിവാളിക്കാൻ ഇനി സ്ഥലമില്ല. ആ അനുഗ്രഹിച്ച കൈകളിലേക്ക് നോക്കുക, അപ്പം വാഴ്ത്തിയ കൈകളിലേക്ക് നോക്കുക, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കൈകളിലേക്ക് നോക്കുക. കാരിരമ്പാണി കുത്തി ഇറക്കിയിട്ട് കീറിപ്പറിഞ്ഞിരിക്കുന്നു. അവൻ്റെ നിർമ്മലമായ ശരീരത്തിലേക്ക് നോക്കുക. ചീഞ്ഞ മനുഷ്യനായ കുഷ്ഠരോഗിയെ ചാരി കടത്തിയിട്ട് സാരില്ലെന്ന് പറഞ്ഞ നെഞ്ചിലേക്കൊന്ന് നോക്കുക. ആ മാറിടത്തിലേക്കൊന്ന് നോക്കുക, മുഴുവൻ മുറിവേറ്റ് കിടക്കുന്നത്. അവൻ്റെ വിലാപ്പുറം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആ വിലാപ്പുറത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കണ്ടം ഉഴുതിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നെന്ന്, ഉഴവ് ചാല് പോലെ ശരീരം. അവൻ ശപിക്കപ്പെട്ട പല സ്ഥലത്തേക്കും കടന്നു നിന്ന് വിശുദ്ധീകരിച്ച അവൻ്റെ കാലുകൾ, എന്താണ് അതിൻ്റെ അവസ്ഥ? അവൻ മനുഷ്യരുടെ സ്നേഹമോദിയ ആ അധരങ്ങളിലേക്ക് നോക്കുക, മൊത്തം പൊട്ടിച്ചെറിയിരിക്കുന്നു. അവൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ കിടക്കുന്നു. എന്തേ കാര്യം? എന്തിനാണെന്നറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയോ, സ്നേഹം. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഈ രാജാതിരാജൻ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ രഹസ്യം എന്ത് അറിയില്ല, പക്ഷെ ഒന്നറിയാം, സ്നേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കർത്താവിൽ വിശ്വസിക്കുക. ആ കർത്താവിന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുക, ജീവിതത്തെ തിരുത്തുക. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാണ്ട്, ജീവഗ്രന്ഥത്തിൽ നിൻ്റെ പേരെഴുതണമെങ്കിൽ ജീവിത ഗ്രന്ഥത്തിൻ്റെ പ്രവൃത്തി മാറ്റുക. ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ ജീവിതമാകുന്ന പുസ്തകത്തെ വൃത്തിയാക്കുക. മനസ്സിലായെന്ന് എനിക്കറിയാൻ മേല. ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ ജീവിതമാകുന്ന പുസ്തകത്തെ വൃത്തിയാക്കുക. അതിനകത്ത് മുഴുവൻ തെറ്റും കുറ്റവും മുഴുവൻ കീറി പറിച്ചിട്ടിട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുമെന്ന് വിചാരിക്കരുത്. അവിടെ പേരില്ല എങ്കിൽ, ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ ഇവിടെ എന്നെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നമുക്കെപ്പോഴൊരു സ്വപ്നം ഉണ്ടാവണം, കർത്താവേ നിൻ്റെ പൊന്മുഖം കണ്ട് അതിലൊരു ചുംബനം തന്നിട്ടായിരിക്കണം എൻ്റെ ജീവിതം. ആ പ്രാണപ്രിയൻ്റെ നെഞ്ചിൽ ചാരി കിടന്നിട്ട് അവനെ ഒന്ന് ചുംബിക്കാൻ, അവൻ്റെ മാറിടത്തിലൊന്ന് ചാരാൻ, അവൻ്റെ രണ്ടാമത്തെ വരവിനെ കൊതിയോടെ കാത്തിരിക്കാൻ നമുക്കിട വരണം. പ്രിയപ്പെട്ടവരെ, യഹോശാഫാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, രാജ്യത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും കൊടും തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഭയന്നപ്പോൾ അവൻ ഭയത്തെ കൈകാര്യം ചെയ്തത്, അവനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. അവൻ ദൈവത്തോട് കൂടെ ഇരിക്കാൻ തീരുമാനിച്ചു. അവൻ ജനത്തിനൊരു ഉപദേശം കൊടുത്തു. അപ്പോൾ ആത്മാവ് ഒരുത്തൻ്റെ മേൽ പ്രവേശിച്ചു, യെഹീയേലിന് മേൽ. വലിയ അറിവുള്ളവനല്ല, പാണ്ഡിത്യമുള്ളവനും പ്രസിദ്ധിയുള്ളവനുമല്ല. അവൻ്റെ ബോധ്യത്തിന്മേൽ ജനം ഒന്നടങ്കം ചേർന്നു. കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ അവർ പോലും നനയ്ക്കാതെ അവർക്കെതിരുന്ന ശത്രു പട്ടുപോയി. കിട്ടിയ കൊള്ള മുതൽ കൊണ്ട് പോയപ്പോൾ അവരാദ്യം ബറാഖ താഴ്വര സ്ഥാപിച്ചു. ബറാഖ താഴ്വര, കർത്താവ് വാഴ്ത്തിയ താഴ്വര. ആ താഴ്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രതിസന്ധി ഒന്ന് മനസ്സിൽ കാണുക. എന്താണ് ഇന്ന് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ നിൻ്റെ നെഞ്ചകം വിറച്ചുകൊണ്ടിരിക്കുന്ന ഏതിനെ പ്രതിയാണ്? മക്കളെ ഓർത്തിട്ടല്ലേ? കടഭാരം ഓർത്തിട്ടാണോ? രോഗമോർത്തിട്ടല്ലേ? ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരുടെ തെറ്റായ ജീവിതത്തിലെ പദ്ധതികളും ആലോചനകളും നടക്കാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണോ? കുഞ്ഞെ, നിൻ്റെ ഉള്ളം എന്തിനെ ഓർത്ത് പെടയുന്നു? നിൻ്റെ അകതാരം എന്തിനെ ഓർത്ത് ഭയപ്പെടുന്നു? ഓർക്കുക, യഹോശാഫാത്തിനെ ബലപ്പെടുത്തിയ ഒരുവൻ തൻ്റെ പുത്രനെ അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം നിൻ്റെ വിമോചനത്തിന്. യേശുവിനെ നൽകി നമ്മളെ സ്വതന്ത്രപ്പെടുത്തുവൻ. അതുകൊണ്ട് ആര് യേശുവിനെ നാഥനും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു, അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എഴുന്നേക്കാം, കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം പ്രാപിച്ച് പ്രാർത്ഥിക്കാം.